കാസർഗോഡ് ജില്ലയിലും കൊട്ടിക്കലാശ ദിവസം അവസാന നിമിഷം വോട്ടുറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. കാസർഗോഡ് ജില്ലയുടെ 2020 ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ LDFനാണ് ആധിപത്യം. പക്ഷേ അതൊക്കെ ഇത്തവണ മാറി മറിയുമെന്നാണ് BJPയും അതുപോലെ തന്നെ UDFും കണക്ക് കൂട്ടുന്നത്. ഇത്തവണ ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലാണ്. 39 വാർഡുകളാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഇവിടെയും BJP സ്ഥാനാർത്ഥി നേരിടുന്ന പ്രധാന പ്രശ്നം വിമതശല്യമാണ്. പക്ഷേ വിജയപ്രതീക്ഷയുണ്ട്. വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP സ്ഥാനാർത്ഥിയുള്ളത്. വിമതശല്യം ഭീഷണിയാവോ? ഇല്ല, ഞാൻ എന്തായാലും 5 വർഷം നല്ല വികസനം ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും ജയിക്കുമെന്ന് ഉറപ്പ് എനിക്ക് ഉണ്ട്. ഇത്തവണ സീറ്റ് വർദ്ധിക്കും, ഒപ്പം ഭരണം പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് BJP നേതൃത്വം പറയുന്നത്. എന്തൊക്കെയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് BJP മുന്നോട്ട് വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ വികസനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ലീഗ് ഭരണം വന്നിട്ട് വികസനം ഉണ്ടായിട്ടില്ല. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നും കിട്ടുന്ന ആനുകൂല്യം നമ്മളെ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെ BJP വന്നാൽ എന്തായാലും നമ്മളെ കാസർഗോഡ് ഫുള്ള് നല്ല മാറ്റം വരുന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ ലീഗ് കഴിഞ്ഞ തവണ ലീഗിന് എപ്പോഴും അപ്രമാദിത്വമുള്ള ആധിപത്യമുള്ളൊരു സ്ഥലമാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. പക്ഷേ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇത്തവണ ലീഗ് നേരിടുന്ന പ്രധാന വെല്ലുവിളി 6ഓളം സ്ഥലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഈ വിമത സ്ഥാനാർത്ഥികളെ ഇങ്ങോട്ടേക്ക് മറിക്കാൻ, അതായത് ഒരുപക്ഷെ വിമത സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ BJPയോട് അടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതന്നെ, വിമത സ്ഥാനാർത്ഥി ഉണ്ടെന്ന് നമുക്ക് നല്ലതെന്ന് എന്താ പറഞ്ഞെങ്കിൽ അത് കുറവായിട്ട് പോവല്ലോ ഈ ലീഗിൻ്റെ. അപ്പോൾ നമുക്ക് കാസർഗോഡ് മുനിസിപ്പാലിറ്റി BJP ആയിട്ട് കിട്ടുമെന്ന ഒരു പ്രതീക്ഷ നമുക്ക്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 9ാം വാർഡിലാണ് ഇപ്പോൾ നമ്മൾ നിന്നത്. 9ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായിരുന്നു. ഇവിടെ BJP നേരിടുന്ന പ്രധാന പ്രശ്നം വിമതശല്യമാണ്. പക്ഷേ ആ വിമതശല്യമൊക്കെ മറികടന്നുകൊണ്ട് ജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.